Thank you very much, Dr. Arun, for having me here. എൻ്റെ പേര് Dhanya Rajendran. I am the editor of the News Minute. The News Minute ഒരു ഇംഗ്ലീഷ് വെബ്സൈറ്റ് ആണ്. സൗത്ത് ഇന്ത്യയിലെ 5 സ്റ്റേറ്റ്സും കവർ ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് വെബ്സൈറ്റ്. ജസ്റ്റ് ടു ഗിവ് എ സ്മോൾ ഇൻട്രൊഡക്ഷൻ, ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഐ സ്റ്റാർട്ടഡ് ആസ് എ ജേർണലിസ്റ്റ് ഇൻ ദ ഇയർ 2003. അതിനുശേഷം ഞാൻ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രത്തിൽ കുറച്ചു കാലം ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യ വിഷൻ എന്ന മലയാളം ചാനലാണ്. അന്നാണ് ഇന്ത്യ വിഷൻ ആരംഭിച്ചത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 24 മണിക്കൂർ 24 hours ന്യൂസ് ചാനലായി. അവിടെ ഒരു 8-9 മാസം ജോലിയെടുത്തതിന് ശേഷം ഞാൻ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്ക് മാറി. പിന്നീട് ടൈംസ് നൗ, ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ ടൈംസ് നൗ, ദ ഇംഗ്ലീഷ് ചാനൽ. I worked there for 8 years, which seems very surprising for a lot of people now. But after 8 years of saying nation wants to know, I finally decided nation doesn't want to know, and I quit the job. And then I thought, what should my next step be? Should I join another national channel? Should I again be standing on pavements and looking for people's interviews? And throughout my time in a national channel, I figured out that national channels are actually not national channels. They're Delhi channels. They are bothered about news in Delhi, Bombay, and a few sectors like that. And they don't see the rest of India as part of the country most of the time. So I decided I have to start something on my own, which is why we started the newsminute.com. Now to go to the topic. What I want to discuss here is the importance of regional and independent media. ഞാൻ പാലക്കാട് പഠിച്ചത് കാണിക്കമാത സ്കൂളിലും പിന്നീട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിലുമാണ്. കാണിക്കമാത സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ നോർമലി ആസ് എവ്രി വൺ വുഡ് ലേൺ, ഞങ്ങളുടെ ലെസൺസിൽ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച്, അതായത് ഇന്ദിരാഗാന്ധി വാസ് എ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ദിരാഗാന്ധി വാസ് എ ബ്രേവ് പ്രൈം മിനിസ്റ്റർ, ഇന്ദിരാഗാന്ധി ബ്രോട്ട് ദിസ് കൈൻഡ് ഓഫ് പോളിസി ടു ഇന്ത്യ. അങ്ങനെ വളരെയധികം ഇന്ദിരാഗാന്ധിയെ പ്രേസ് ചെയ്തിട്ടും പുകഴ്ത്തിയിട്ടും ആണ് നമ്മളെപ്പോഴും പഠിച്ചിരിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 8th സ്റ്റാൻഡേർഡിൽ എൻ്റെ ഒരു ടീച്ചർ, ഷി വാസ് എ ഹിസ്റ്ററി ടീച്ചർ. So she was reading out the lesson ഇന്ദിരാഗാന്ധിയെ കുറിച്ചിട്ട്, നോർമൽ ലെസൺ, ഇന്ദിരാഗാന്ധി ചെയ്ത വലിയ കാര്യങ്ങളെ കുറിച്ചിട്ട്. Suddenly she keeps the textbook down and then she takes this very posture of anger and she says, this is not the only thing about Indira Gandhi you should know. Indira Gandhi was responsible for imposing emergency in the country. Indira Gandhi sent most people into jail in independent India. And she told us about Jayaprakash Narayan, she told us about emergency. When I ask a lot of my classmates now whether they remember this incident, none of them do. In fact, none of my classmates remember, but for me, it was an incident that changed my thinking. I realized that what you are taught in textbooks, what someone tells you, need not be the entire truth. ഇപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്, ഇന്ദിരാഗാന്ധി വാസ് ദ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ, അവർ ചെയ്ത നല്ല കാര്യങ്ങൾ ഇതൊക്കെയാണ്. അല്ലെങ്കിൽ മഹാത്മാഗാന്ധി വാസ് ദ ഫാദർ ഓഫ് ദ നേഷൻ, മഹാത്മാഗാന്ധി വർക്ക്ഡ് ഹാർഡ് ഫോർ ദ നേഷൻ, ഉപ്പ് സത്യാഗ്രഹം ചെയ്തു, അല്ലെങ്കിൽ ഇത് ചെയ്തു, അത് ചെയ്തു. യു ആർ ടീച്ചിങ് യുവർ ചിൽഡ്രൻ ബേസിക്കലി ദാറ്റ് ഓൾ ദീസ് ഹ്യൂമൻ ബീയിങ്സ് ആർ ഷെയ്ഡ്സ് ഓഫ് വൈറ്റ്. ദർ ആർ നോ ഷെയ്ഡ്സ് ഓഫ് ഗ്രേ, ദർ ആർ നോ ഷെയ്ഡ്സ് ഓഫ് ബ്ലാക്ക്. So with your textbooks you can tell children that, you can convince children that someone who is perhaps has a shade of a villain or even perhaps has grey or black shade is a complete hero. But what happens if the media behaves like that? Imagine the impact that textbooks have on children. Then what is the impact that media has? അതായത് നമ്മുടെ മാധ്യമങ്ങൾ, അത് പത്രങ്ങളായാലും ടി വി ആയാലും ഡിജിറ്റൽ ആയാലും, വാട്ട് ഈസ് ദെയർ മെയിൻ ഡ്യൂട്ടി? എന്താണ് അവരുടെ പ്രധാനമായ ഡ്യൂട്ടി? ദ ഡ്യൂട്ടി ഈസ് ടു ടെൽ സ്റ്റോറീസ് ഓഫ് ദ പബ്ലിക് ടു ദ പബ്ലിക്. ജനങ്ങളുടെ കഥകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. Their second duty, and the most important I feel, is to speak truth to the power. Whoever is in power, ആരാണോ ഗവൺമെൻറ്, ആരാണോ സർക്കാർ, അല്ലെങ്കിൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണോ ഇൻ പവർ, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, അവർ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ അത് ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എഴുതുക, അത് വിമർശിക്കുക. ഇതൊക്കെയാണ് ഒരു മാധ്യമത്തിൻ്റെ ധർമ്മം. ബട്ട് വാട്ട് വി സീ ടുഡേ, എസ്പെഷ്യലി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി മീഡിയ, ഞാൻ മലയാളമോ തെലുഗോ തമിഴോ ഈ മീഡിയയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, മെയിനായിട്ട് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി മീഡിയ, അതിൽ തന്നെ ടെലിവിഷൻ മാധ്യമം, പത്രങ്ങൾ എത്രയോ ഭേദമാണ്. അതായത് ഇംഗ്ലീഷ് പത്രങ്ങളും ഹിന്ദി പത്രങ്ങളൊക്കെ ഒരുപാട് നല്ല ജേർണലിസം ചെയ്യുന്ന എത്രയോ പത്രങ്ങളുണ്ട്. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ദ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ടെലിവിഷൻ മീഡിയ, ഇവർ കഴിഞ്ഞ ഒരു അറ്റ്ലീസ്റ്റ് 90% അതിലും
ശരിക്കും ജോലിയെടുക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. ഇതിൽ 90% ആൾക്കാരും ഒരു സർക്കാർ എന്ത് പറയുന്നു അത് ശരിയാണ് എന്ന് മാത്രം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രവണതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് I feel that television in English and Hindi have completely failed us as a nation in the last couple of years. They have failed the country because they are either reluctant or they are plain scared to ask questions. Many of them are openly communal now. അതായത് ഐ ഡോണ്ട് വാച്ച് ടെലിവിഷൻ. എൻ്റെ വീട്ടിൽ കേബിൾ ടി വിയേ ഇല്ല. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഐ സ്ട്രീം ഇറ്റ് ഓൺ വൺ ഓഫ് ദി ആപ്സ് ആൻഡ് വാച്ച്. ബട്ട് ഐ വാച്ച് സ്മോൾ ക്ലിപ്പിംഗ്സ് ഓഫ് ദെം ഓൺ ട്വിറ്റർ. ഐ വാച്ച് ഓൺ അതർ പ്ലേസസ്. I know that many of the people who I work with when I was in television, they've become openly communal now. You know, they do not dare to ask a question to the government. Innale, for example, ee farmers protest നടന്നുകൊണ്ടിരിക്കുമ്പോൾ there were visuals of ഒരു സംഘം ആൾക്കാർ വന്ന് ഫാമേഴ്സിനെ അറ്റാക്ക് ചെയ്യാണ്. ആൻഡ് ദേ ത്രോ സ്റ്റോൺസ് അറ്റ് ദ ഫാമേഴ്സ്. ഓൺ ഗ്രൗണ്ട് നിൽക്കുന്ന റിപ്പോർട്ടേഴ്സ്, അതിപ്പോൾ ആജ് തക്ക് ആയാലും ടൈംസ് നൗ ആയാലും ഏത് ചാനലായാലും ഓൺ ഗ്രൗണ്ട് നിൽക്കുന്ന റിപ്പോർട്ടേഴ്സ് പറയുകയാണ് കൃത്യമായിട്ട് ഫാമേഴ്സിൻ്റെ മേലൊരു ആക്രമണം നടക്കുകയാണ്, അവരുടെ മേൽ സ്റ്റോൺസ് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അവർ കൃത്യമായി പറയുന്നെങ്കിലും ആ ചാനലുകളിൽ എന്താണ് അവർ ന്യൂസ് റൺ ചെയ്യുന്നത്? അതായത് ഫാമേഴ്സ് പലരും ഖാലിസ്ഥാനി ടെററിസ്റ്റുകളാണ്, അല്ലെങ്കിൽ ഈ ഫാമർ ഹോൾ പ്രൊട്ടസ്റ്റിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടും ആ ഒരു ഇൻസിഡൻറ്റ് ഓഫ് വയലൻസിനെ പോലും ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു കവറേജാണ് ഇംഗ്ലീഷ് ചാനൽസിലുള്ളത്. യുനോ, ഇംഗ്ലീഷ് ചാനൽസ് ആർ സോ സ്കെയർഡ് ദീസ് ഡേയ്സ് that their whole journalism is based on hashtags. Every day we have hashtags, very hard-hitting hashtags as they call them. But not once have they questioned why has the Prime Minister of this country since 2014 not addressed a single press conference. He has never allowed the media to question him. Now, let's say that the media does not want to ask these questions, is scared to ask these questions. We can forgive them for not asking the Prime Minister why does he not speak to them. But my problem is with the distortion of news. ഒരു വാർത്തയെ തെറ്റായി ചിത്രീകരിക്കുക, അതായത് to completely distort it and present it, that is what mainstream media is subjecting on us, which is why we need powerful regional and independent media. ഇനി എന്തുകൊണ്ടാണ് ഞാൻ I'm a supporter of both regional media, independent media and regional political parties. In this talk, of course, I'm going to only talk about regional media and independent media. So I'll give you my reasons one by one. Many of you may remember the floods in Chennai in 2015, right? I have a really bad cold, so I have to keep sipping water in between, sorry. So when the floods happened in 2015 in Chennai, I think for almost 1.5 days, the Delhi media did not cover it. Imagine this is one of the biggest metropolitan cities in your country, which is completely flooded. People are so scared, they cannot step out of their homes. We are getting news that people may even have died in the floods, though we are not sure. And social media is full of it. People from other states are reacting, they are sending relief materials, etc. And we are discussing only this. I mean, Keralites will remember how Kerala flood was, right? But the Chennai flood happened even before the Kerala floods, 1 year before 1 or 2 years before the Kerala floods. For at least 1.5 days, there was no coverage on national media. They could actually ignore the floods. I distinctly remember 2018, when the Kerala floods happened. I think that was the day Atal Bihari Vajpayee died. If I'm not mistaken, Atal Bihari Vajpayee died, or his funeral was held on that day when the Kerala floods happened. So there was no way that the media could concentrate on the Kerala floods because they have bigger and more important things to do. I'm not saying that Atal Bihari Vajpayee's death should not be covered. Of course it should be. But the fact that an entire state is submerged in water, which is Kerala, is important news, right? പക്ഷെ as Keralites or as people of Chennai, did we rely on national media a lot? We did not. ഇപ്പം നമുക്ക് പാലക്കാട് ഫോർ എക്സാമ്പിൾ മലമ്പുഴ ഡാം പൊട്ടി വീഴുന്നു ഇടയ്ക്കിടയ്ക്ക് ഒരു ഫേക്ക് ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മലമ്പുഴ ഡാം ഇടിഞ്ഞു പോകാൻ പോകുകയാണ്, അല്ലെങ്കിൽ മലമ്പുഴ ഡാം ഇപ്പോൾ തുറന്നു വിടുകയാണെന്ന് വീണ്ടും ഒരു ഫേക്ക് ന്യൂസ്. നമ്മൾ ആരും ടൈംസ് നവോ അല്ലെങ്കിൽ ബാക്കി ചാനൽസ് IBN അല്ലെങ്കിൽ ഇന്ത്യ ടുഡേ, ഈ ചാനലുകളൊന്നല്ല നമ്മൾ റിലൈ ചെയ്തത് ടു അണ്ടർസ്റ്റാൻഡ്, അല്ലേ? നമ്മുടെ
നമ്മുടെ ഏരിയയിൽ, നമ്മുടെ ലൊക്കാലിറ്റിയിൽ, നമ്മൾ ജീവിക്കുന്ന പാലക്കാടിൽ എങ്ങനെയാണ് ഫ്ലഡ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്? ആദ്യം ചില ഏരിയാസിൽ മാത്രമേ ഫ്ലഡ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എത്ര ഏരിയാസിലേക്ക് അത് മാറി, എവിടേക്കാണ് ജനങ്ങൾ മാറി താമസിക്കുന്നത്, ഏതൊക്കെ ഇടങ്ങളിലാണ് ജനങ്ങൾ മാറേണ്ടത്, ഇതെല്ലാം നമുക്ക് പറഞ്ഞത് ആരാണ്? നമ്മുടെ സ്വന്തം മലയാളം ചാനലുകളും പത്രങ്ങളും. 24 മണിക്കൂറും നമ്മൾ ആക്ച്വലി വാർത്തകൾ, we depended on these channels to understand what is the actual ground reality. We were never turning to an English or Hindi channel to understand what was happening in Palakkad or Kerala or Chennai. First, because they didn't care in the beginning. Second, because they do not have the resources to actually tell you what is happening on the ground. Which is why it is very important that though we may have lot of disagreement with how our regional media behaves, it is important that we allow the regional media to flourish. We help them because they are the ones who are invested in our region. They are the ones who have sustained interest in our region. അതായത് ഇന്ന് ഒരു വാർത്ത വരികയാണ്, ഫോർ എക്സാമ്പിൾ മരട് അപ്പാർട്ട്മെൻറ്റ്സ് സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷം ദ ഡെമോളിഷിങ് ഇറ്റ്. എന്നാൽ കൊച്ചിയിൽ വാട്ടർ ഫ്രണ്ട് അപ്പാർട്ട്മെൻറ്റ്സ് എത്രയോ ഉണ്ട്. ഇപ്പം ഇന്ന് ഒരു നാഷണൽ ചാനൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യും മരടിൽ ഈ അപ്പാർട്ട്മെൻറ്റ്സിനെ ഡെമോളിഷ് ചെയ്തു എന്ന്. ബിക്കോസ് ഇറ്റ്സ് എ വണ്ടർഫുൾ വിഷ്വൽ അല്ല, ഇത്രയും വലിയ സ്ട്രൈക്കിംഗ് വിഷ്വൽ ഓഫ് സച്ച് ഹ്യൂജ് ബിൽഡിങ്സ് കമ്മിങ് ഡൗൺ. പക്ഷേ ആ നാഷണൽ മീഡിയയ്ക്ക് അതിലൊരു സസ്റ്റെയിൻഡ് ഇൻട്രസ്റ്റ് ഇല്ല. അതായത് കൊച്ചിയിൽ പിന്നീട് എന്ത് സംഭവിക്കുന്നു, വാട്ടർ ഫ്രണ്ട് അപ്പാർട്ട്മെൻറ്റ്സ് ജനങ്ങൾ വാങ്ങിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ മാറ്റമുണ്ടോ, അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്താണ്. ഇപ്പോൾ ഫ്ലഡിൻ്റെ ഫോർ എക്സാമ്പിൾ, എന്ത് എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് കൊണ്ടാണ് ഫ്ലഡ്സ് സംഭവിച്ചത്, ഇനി അത് സംഭവിക്കാതിരിക്കാൻ കേരളത്തിലെ ആൾക്കാർ എന്ത് ചെയ്യണം, ഇതൊന്നും കവർ ചെയ്യാനൊരു സസ്റ്റെയിൻഡ് ഇൻട്രസ്റ്റ് ഒരു നാഷണൽ മീഡിയയ്ക്ക് ഇല്ല. ഇറ്റ് ഈസ് ഓൺലി ആർ റീജിയണൽ മീഡിയ ഹു ഹാവ് സസ്റ്റെയിൻഡ് ഇൻട്രസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു ന്യൂസ് റൂമിൽ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളുണ്ടെങ്കിൽ, they have sustained interest in covering news about their gender. Allengil, or if there is a Dalit or a Muslim in a newsroom, I'm not saying that Dalits have to cover only news about Dalits or Muslims have to cover news about Muslims. But the point is, we are all interested and invested in our own communities, in people around us, because we want better things for our community, our place, etc. Right? So it becomes important that we have more powerful regional media that is interested and invested in our area. മറ്റൊരു കാര്യം, for example, what we have been seeing in the last 4 or 5 years, and maybe a little bit even more, is this whole homogenizing of India as one people. അതായത് Hindu, Muslim, Christian, or people speaking Hindi, people speaking a certain language, or trying to make a lot of people in India speak Hindi. This is another problem that we have been facing in the past few years, a little bit more than what it was. Why did Tamil Nadu have a very strong Dravidian movement which was against the imposition of Hindi? Because Tamil Nadu understood that the imposition of Hindi is not just a threat to the culture of the state, but they also knew that this was a political weapon which politicians in Delhi and central India will use to homogenize the entire country, to make them one vote bank of either Hindus or Muslims or Christians or Hindi speaking people, which is why they had a lot of resistance. Now, why am I speaking about language? The reason why we need regional media is also because they understand local struggles better. They understand the nuance of a local struggle better. 2 വർഷം മുമ്പ് 2-3 വർഷം എനിക്ക് ശരിക്കും ഓർമ്മയില്ല, ബാംഗ്ലൂർ മെട്രോ, ഈ ബാംഗ്ലൂർ മെട്രോൻ്റെ പേര് നമ്മ മെട്രോ എന്നാണ്. അപ്പോൾ അതിൽ ഈ ബോർഡുകളെല്ലാം ഇംഗ്ലീഷിലും ഹിന്ദിയിലായിരുന്നു. എനിക്കൊന്ന് 3ാമത്തെ ലാംഗ്വേജ് കന്നഡ ആവണമെന്ന് പറഞ്ഞിട്ട് പല ബോർഡ്സും ബ്ലാക്കൻ ചെയ്തു, പല ബോർഡുകളും ആൾക്കാർ ഈ കന്നഡ ഗ്രൂപ്പ്സ് നശിപ്പിച്ചു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാ ഇംഗ്ലീഷ് ചാനൽസും അവരുടെ ഹെഡ്ലൈൻ കന്നഡിക ഗ്രൂപ്പ്സ് അഗെൻസ്റ്റ് ഹിന്ദി, കന്നഡിക ഗ്രൂപ്പ്സ് ഒപ്പോസ് ഹിന്ദി. അതല്ല സത്യാവസ്ഥ. കന്നഡിക ഗ്രൂപ്പ്സ് ഹിന്ദി അല്ല ഒപ്പോസ് ചെയ്തത്, ദേ വർ ഇമ്പോസിങ് ദ ഇമ്പോസിഷൻ ഓഫ് ഹിന്ദി. ഹിന്ദി എന്ന ഭാഷയോടല്ല അവർക്ക് പ്രശ്നം, അവരുടെ സ്വന്തം ഭാഷ കന്നഡ, ആ കന്നഡ ഭാഷേന് മുകളിൽ when Hindi is given importance, when Hindi is imposed upon them, they revolted. They asked a very simple question. There are more Telugu speaking people, there are more Malayalam speaking people living in Bangalore than Hindi speaking people if you were to take a census. So even if you go by a 3-language policy, which the government of India agrees to, then if English and Kannada are your first languages there, why is Hindi still the 3rd language? Hindi is not our national language. Hindi is only among 2 of our official languages, and we have more official languages. So why Hindi?
It was a genuine question asked by a section of people in Karnataka. But how did the national media, I mean most of the national media reported, they saw that act of putting black paint on the Namma metro as an act against Hindi, as an act of questioning Hindi. That was not what was done. It was an act of questioning the imposition of Hindi. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ, അതായത് നമ്മളുടെ ലോക്കൽ സ്ട്രഗിൾസ്, വാട്ട് ആർ ആർ ലോക്കൽ സെൻറ്റിമെൻറ്റ്സ്, ഇത് മനസ്സിലാക്കാതെയാണ് ഒരുപാട്. There are many examples like this where the national media behaves without understanding the context of the situation. Every state has its own sentiment when it comes to certain things. And without understanding a sentiment, to have a Delhi viewpoint on things is extremely dangerous. കേരളത്തിനെ കുറിച്ച് ഐ ജസ്റ്റ് വോണ്ട് ടു അഡ്രസ് ദ ഫാക്ട് ദാറ്റ് ഞാനിത് പലതും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ കേരളത്തിലെ മീഡിയനെ വിശ്വസിക്കാൻ പറ്റില്ല, എസ്പെഷ്യലി ടി വി ചാനൽസ്. നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഏഷ്യാനെറ്റും മനോരമയും അല്ലെങ്കിൽ ഇന്ത്യ വിഷൻ ഇല്ല, റിപ്പോർട്ടർ ടി വി, ഇവരെല്ലാവരും വളരെ ബയസ്ഡ് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തീരെ വിശ്വാസം ഉണ്ടാവില്ല ഓൺ മലയാളം മീഡിയ. അതായത് അവർ ഒരു പാർട്ടിക്കെതിരെയാണ് അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യനെതിരെയാണ്, അവർ പിണറായി വിജയനെതിരെയാണ് എന്ന് നിങ്ങൾക്ക് ജെന്യുവൻ കംപ്ലയിൻറ്റ് ഉണ്ടായിരിക്കാം. ഐ ഹാവ് നോ ഒബ്ജെക്ഷൻ ടു ദാറ്റ്. ഒബ്വിയസ്ലി ദർ ഇസ് എ ലോട്ട് ഓഫ് ആങ്കർ ഇൻ കേരള ദാറ്റ് ദ റീജിയണൽ മീഡിയ ഹിയർ ഇസ് ബയസ്ഡ്. ഞാൻ വരുന്നത് കർണാടകത്തിൽ നിന്നാണ്. ഐ ഹവ് ബിൻ വർക്കിംഗ് ഇൻ ബാംഗ്ലൂർ ഫോർ മെനി ഇയേഴ്സ്. ഞാൻ കർണാടകത്തിലെ ചില എക്സാമ്പിൾസ് പറയാം. ഹേറ്റ് സ്പീച്ച് ബേഡ, ദർ ഇസ് എ ഗ്രൂപ്പ് കോൾ ഹേറ്റ് സ്പീച്ച് ബേഡ അല്ലെങ്കിൽ ഹേറ്റ് സ്പീച്ച് വേണ്ട എന്നൊരു ഗ്രൂപ്പുണ്ട് കർണാടകത്തിൽ. ഫോർ ദ ലാസ്റ്റ് 1 or 2 years they have been very busy chronicling hate speech on Karnataka media. ഇവരുടെ കാല് തല്ലി ഒടിക്കണം, ഇവർ പാകിസ്ഥാനി പിശാചുകളാണ്, ഇവർ ജിഹാദികളാണ്. ഇതൊന്നും ഫേസ്ബുക്ക് പോസ്റ്റുകളല്ല. കർണാടകത്തിലെ വളരെ പ്രധാനപ്പെട്ട ആങ്കേഴ്സ് ഉപയോഗിക്കുന്ന ഭാഷയാണ് ഓൺ ടെലിവിഷൻ ചാനൽസ്. ദ മെയിൻ ആങ്കേഴ്സ് ഇൻ കർണാടക യൂസ് ദിസ് കൈൻഡ് ഓഫ് ലാംഗ്വേജ് അഗെൻസ്റ്റ്. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? 3 കശ്മീരി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഒരു പാകിസ്ഥാനിൻ്റെ ആർമി സോങ് കേട്ട് അവർ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറയുന്ന ഒരു വീഡിയോ. 2 അമൂല്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പാകിസ്ഥാൻ സിന്ദാബാദ് എന്നൊരു ഇവൻറ്റിൽ നിലവിളിക്കുന്നു. ആ കുട്ടിയുടെ മുഴുവൻ സ്പീച്ചും എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ സിന്ദാബാദ്, ഇന്ത്യ സിന്ദാബാദ് എന്തോ ഷി വാസ് ട്രൈങ് ടു മേക്ക് എ പോയിന്റ്, ബട്ട് ഷി വാസ് നോട്ട് അലൗഡ് ടു മേക്ക് എ പോയിന്റ്. ആ കുട്ടി എത്രയോ മാസം അണ്ടർ സെഡിഷൻ ഷി വാസ് ഇൻ ജയിൽ. അപ്പോൾ ഇവരെക്കുറിച്ചെല്ലാം മറ്റൊരു പെൺകുട്ടി ഇൻ സോളിഡാരിറ്റി വിത്ത് കശ്മീർ, ഫ്രീഡം ഫോർ കശ്മീർ എന്നൊരു പ്ലക്കാർഡ് ഹോൾഡ് ചെയ്തു. ഈ സ്റ്റുഡൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ദി ആങ്കേഴ്സ് ഓഫ് കന്നഡ മീഡിയ ആർ കോളിംഗ് ദം പാകിസ്ഥാനി പിശാചുകൾ, ജിഹാദികൾ. ഇവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉടനെ ഇവരുടെ കാൽ തല്ലി ഒടിക്കണം. ഈ ഭാഷ നിങ്ങൾ ഇപ്പോഴും മലയാളം ചാനലുകളിൽ കേൾക്കുന്നില്ല. അതാണ് സത്യാവസ്ഥ. സി, യു മേ ഡിസഗ്രീ വിത്ത് many of you may believe that Malayalam channels are targeting a political party or targeting a political person, which is what I see on social media. അതായത് CPIM എന്ന് ബോയ്ക്കോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ BJP ബോയ്ക്കോട്ട് ചെയ്യുന്നു. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ എം പി രാജേഷ്, അദ്ദേഹം ഫോമർ MP, അദ്ദേഹം പല വീഡിയോസും ചെയ്തിരുന്നല്ലോ. അതായത് നമ്മൾ മെയിൻ സ്ട്രീം മീഡിയ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, we should give our own news. Now all those complaints are acceptable. The way, the ethics of media coverage in Malayalam can be questioned. There is absolutely no doubt about it. But as someone who observes Tamil, Telugu, Kannada and Malayalam media, I can tell you that Tamil and Malayalam media are way better. They still stick to the ground rules of journalism. They speak truth to the power. ഇവിടെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ആണെങ്കിൽ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാനുള്ള ചങ്കൂറ്റം ഇവിടുത്തെ മലയാളം മീഡിയയ്ക്കുണ്ട്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ, അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ എന്നത് മറ്റൊരു പ്രശ്നം. പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട ധർമ്മം ഇസ് ടു ആസ്ക് ട്രൂത്ത് ടു ദ പവർ. അത് ഇവിടുത്തെ മീഡിയ ഓപ്പൺലി കമ്മ്യൂണൽ അല്ല. അതായത് ഒരു ജനം TV അല്ലാതെ എനിക്കൊന്ന് ഓപ്പൺലി കമ്മ്യൂണൽ അല്ല. അതായേക്കാം ഇനി 2-3 വർഷങ്ങളിൽ. പക്ഷേ ഇവിടെ we have a very robust group of people who also checkmate the media, right? Like if the media does something, immediately these visuals are viral on Twitter, Facebook, people question them. So we have ways to contain this fact. So let us appreciate the fact that we do have a definitely better set of regional media reporters, and we have to appreciate them for that. Ini avasanam, I just want to end talking about the need for independent media. A few months ago, the government of India put out a gazette notification saying that everyone who does news on internet, which is including digital media portals and individuals, അതായത് if you are putting a YouTube video, നിങ്ങളിപ്പോൾ ഇന്ന് പാലക്കാട് ഒരു വാർത്തയുണ്ടായി,
അതിനെക്കുറിച്ച് നിങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒരു വാർത്ത ചെയ്യുകയാണെങ്കിൽ, you are also part of that Gazette notification. The Gazette notification says, the government order says that anyone who does any news on the internet will now come under the purview of the Information and Broadcasting Ministry. And the Information Broadcasting Ministry will put out a set of rules to tell you how you should behave on the internet. ഈ ഒരു റൂൾ ഈ ഒരു ഗവൺമെൻറ് ഓർഡർ വന്നതിന് കുറച്ച്, I think after 1 or 2 weeks, they put out another order saying that into all the websites like mine, for example, the newsminute.com, we can have only 33% of foreign investment in our websites. Now, why did the government of India, why did the BJP government suddenly come with this suggestion that all people who report news on the internet should come under the Information Broadcasting Ministry? It's very simple. There is only one thing that the Narendra Modi government is really scared of. That is independent digital media in this country. They have no clue how to control independent digital media. They know how to control TV channels. You just have to call them, you have to cut their advertisements. The same with newspapers to some extent. There are newspapers which are holding on, which do not listen to the government, but at the end of the day, these are two big industries, television and newspapers. They need crores of money to run their business. They are not running charity. They have to make profits. I understand all that. So this whole market of advertising makes them very compliant to what the government tells them. But the independent digital media in India has no such compulsions. They are smaller. For example, 2014 most of the independent media houses in India started, which is the Scroll.in, the Wire, the News Minute, the Quint, many of the English websites, Malayalamil Azhimukham, Dual News, അങ്ങനെ എത്രയോ like independent media sites started almost the same time, 2014 to 16. അതിൽ lot of people have closed down in the last few years, but I think in the last 6 or 7 years, independent digital media has changed how journalism works in India. First thing, they are not scared. They have small offices, they have very few reporters. They are not dependent on the government for advertisement. They have other avenues of making money. And the fact that independent media on any type of journalism on the internet itself is democratic. What is the whole policy of the internet? That it's a democratic space. നമുക്ക് എന്ത് തോന്നുന്നു അത് പറയാം. It's a democratic space to voice our opinions. അതായത് നമ്മളൊക്കെ സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ ഫേസ്ബുക്കും ട്വിറ്ററൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ how much of a difference we could have made by talking about the things that we are very strongly opposed or we very strongly support. So the internet has provided us that space. For example, ഇവിടെ ഒരു ലോയർ ഇല്ലേ ഹരീഷ് വാസുദേവൻ, അല്ലെങ്കിൽ BJP സപ്പോർട്ടറായ ശ്രീജിത്ത് പണിക്കർ, ഇവർക്ക് എല്ലാവർക്കും ഫേസ്ബുക്ക് ഒരു മാധ്യമമാണ് to reach out to all of us, to tell them what they think about something political, something environmental, something happening in the country. Whether we agree with them or not is a different matter. But the point is the internet has given them a democratic space to give their opinions. ഈ democratic spaceലാണ് ഗവൺമെൻറ് കടന്നു കയറാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട്? Because the government is scared. They do not know what to do with people on the internet. They do not know what to do with digital media. അപ്പോൾ government has still not given, the government has said that they will give a whole rules as to how digital media portals should work, and they will also give us, basically there is a television works under television code, newspaper has a newspaper code. A lot of people ask me, so why can't digital have code? If newspaper can follow code, if TV can follow code, why can't digital follow code? Why are you guys free? That is false. Nobody is free in this country. We are all culpable under any sections of the Indian Penal Code or of the defamation laws. ഞാനൊരു മാധ്യമ സ്ഥാപനം നടത്തുന്നതുകൊണ്ട് മാത്രം എനിക്ക് ആരെക്കുറിച്ചും എന്ത് അനാവശ്യം പറയാം, അല്ലെങ്കിൽ എനിക്ക് ആരെക്കുറിച്ചും തെറ്റായ വാർത്ത പറയാം എന്നൊരു സ്വാതന്ത്ര്യം എനിക്കില്ല. ഞാൻ അങ്ങനെ ഒരു വാർത്ത ഇടുകയാണെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കാൻ അല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ നിയമങ്ങളുണ്ട്. So all of us work within the constraints of the law. ഞാൻ ഡിജിറ്റൽ മീഡിയ ആയതുകൊണ്ട് മാത്രം there are no laws for me. There are no rules binding me. There is a wrong impression being given by the government simply because they want to control digital media. We will put up resistance, there is no doubt about it. In fact, we recently formed an association called DigiPub Foundation India. It has around 35 members, including the Wire, the Scroll, Keralathunum, there are a lot of people who are part of it. We just formed the organization.
I'm the president of that organization, and when the government gives the rules, if we are against the rules, we will definitely say no to it. Because what India really needs at this moment is independent media without any government interference, a media that will stand up and speak truth to power. Thank you. If you have any questions, you can ask. I was supposed to talk for 1 hour, but there is no way I can speak for 1 hour. So if there are any questions, I can easily answer. മാഡം ഇപ്പോൾ പറഞ്ഞ ഈ ഷോർട്ട് ഇൻഡിപെൻഡൻറ്റ് മീഡിയ എന്ന് പറയുന്ന അത്രയൊരു മീഡിയയിലാണ് ഞാനും വർക്ക് ചെയ്യുന്നത്. ഞാൻ വിഷ്വൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. കേൾക്കുന്നില്ല എനിക്ക്. മാഡം ഇപ്പോൾ പറഞ്ഞൊരു ഷോർട്ട് ഇൻഡിപെൻഡൻറ്റ് മീഡിയ എന്ന് പറഞ്ഞല്ലോ, അവർ ആരെയും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്തരം ഒരു മീഡിയയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒരു വിഷ്വൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഒരു നോർമൽ 1-2 എഡിറ്റേഴ്സ് ഈ പറയുന്ന മാതിരി ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ പോകുന്നൊരു മീഡിയയാണ്. പക്ഷേ അത് എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ള കാര്യത്തിലാണ് എനിക്ക് ഡൗട്ടുള്ളത്. കാരണം ഒന്ന്, ആക്ച്വലി ഇത് ആരെങ്കിലുമൊക്കെ ഫണ്ട് ചെയ്യുന്ന മീഡിയാസൊക്കെ തന്നെയാണ്. അത് ഏതൊരു മീഡിയയ്ക്കും ഉണ്ടാവാം. പക്ഷേ മോസ്റ്റ് ഓഫ് ദം അത് വർക്ക് ചെയ്യുന്നത് പലപ്പോഴും ഒരു അൽഗോരിതം ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം എൻ്റെ ഓഫീസിൽ തന്നെ നമ്മൾ നോക്കുന്നത് അന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ വാർത്ത, ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ വാർത്ത, എന്നിട്ട് ആ വാർത്ത നമ്മൾ റിപ്പീറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം എങ്കിലും നമുക്ക് റവന്യൂ കൂട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയാൻ സാധിക്കുമോ? അത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആണ് അത്. ഓക്കെ, അപ്പോൾ did you all hear the question? Question കേൾക്കാൻ പറ്റുമോ? Okay, so he's asking how independent really is independent media, because we all work on algorithms, we put out news which is viral. Of course, we all put out that, and I don't think there's anything wrong with that. അതായത് ഞാനൊരു മീഡിയ സ്ഥാപനം നടത്തുകയാണെങ്കിൽ I have to pay my staff, right? I have to make enough money to sustain, survive and run the media organization. അതിനിപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഒരു സ്റ്റോറി ഇട്ടുണ്ട് which I think it's viral and it's worth a story. അത് രാഹുൽ ഗാന്ധി ഇന്നലെ ഈ വില്ലേജ് കുക്കിംഗ് എന്ന് പറഞ്ഞ തമിഴ്നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ഒരു വയസ്സായ ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ മക്കളും കുക്ക് ചെയ്യുന്നത് റോട്ടിൽ, അതായത് വില്ലേജിൽ കുക്ക് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. രാഹുൽ ഗാന്ധി ഹാസ് ഗോൺ ടു ദിസ് യൂട്യൂബ് ചാനൽ. ഇന്നലെ അവരൊരു മഷ്റൂം ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. ഇറ്റ്സ് വെരി വൈറൽ. We have written a story about it. Why do we write a story about it? Is it because Rahul Gandhi eating mushroom biryani is important? It's not. It's fun, one thing. Second, it's a politician who is projecting a certain image. Whether it's true or not, we don't know. The same way when Narendra Modi wears all kinds of costumes, people report that story. അല്ലെങ്കിൽ ഇവിടെ വൈറലായിട്ട് somebody hit somebody and that's a viral news. Everybody covers. So I think there is absolutely no problem if media covers anything which is viral, because it's not only the media that is hypocritical, it's also the reader. Either I am someone who thinks that the media is hypocritical, including me, all of us. We write news which we think people should read, which we think will bring more readers to the website. അല്ലേ? ഇപ്പം ഞാൻ ഇന്ന് ഒരു സ്റ്റോറി എഴുതുകയാണ്. ബാംഗ്ലൂരിൽ ഒരു മാനുവൽ സ്കാവഞ്ചർ അല്ലെങ്കിൽ എ പേഴ്സൺ ഹു ക്ലീൻസ് എ സെപ്റ്റിക് ടാങ്ക്സ്, ഹി ഹാസ് ഡൈഡ് ബിക്കോസ് ഹി ഫെൽ ഇൻ സൈഡ് എ സിങ്ക് ഹോൾ. I'm telling you, immediately 100 people will share that story, but only 2 people will read it. Because it looks beautiful on their Facebook wall, their friends will think they are caring human beings who care for manual scavengers. But I will tell you, if I write a story saying Infosys engineer falls from a building and dies, 2 people will share it, 50,000 people will read it. That's the hypocrisy of the reader. So don't blame just media. Readers are so hypocritical. Either നമ്മളുടെ readers, നമ്മളുടെ viewers are so hypocritical that the media has no other option. ചെന്നൈയിൽ ഫ്ലഡ്സ് വന്നപ്പോൾ ആദ്യത്തെ 1-2 മാസം, ബിക്കോസ് ചെന്നൈയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫ്ലഡ് വന്നല്ലേ, കേരളത്തിൽ ഇത്രയും വലിയ പ്രളയം വന്നപ്പോൾ ആദ്യത്തെ 1-2 മാസം നിങ്ങളെല്ലാവരും ഷെയർ ചെയ്തില്ലേ സ്റ്റോറികൾ, എങ്ങനെ കേരളത്തിൽ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് ഹാവ് ടേക്കൺ ഓഫ് ദ മൗണ്ടൻസ് ആൻഡ് ദ ഹിൽസ്, മാംഗ്രോവ്സ് പോയി കേരളത്തിൽ, അല്ലെങ്കിൽ വയനാടും മലപ്പുറത്തൊക്കെ കുറേ കൺസ്ട്രക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് ദ ഹിൽസ് ആർ ബേസിക്കലി ക്രംബ്ലിംഗ് ഡൗൺ. ആഫ്റ്റർ 2 months, how many of you cared about Kerala floods and environmental destruction? You may have shared a story just for the beauty of it on your Facebook wall, but the point is you don't care about the issue. So it's okay if media wants to write these things, but the point is if media ignores the rest of it. Athayathu for its self-survival, media has to write some stories. As a journalist, I have no conflict about it. A few years ago, I used to look down upon entertainment reporters. I mean, I have friends who are entertainment reporters who tell me that I used to make fun of them.
Because I was a political reporter and I thought politics is very important. I used to cover Vaiko, Ramadas, Jayalalitha, Karunanidhi on a daily basis because I was working out of Chennai. But today I know that a Vijay or a Ajit or a Simbu or whoever it is have perhaps more impact on the thinking of a person in Tamil Nadu. So I understand that critical reporting of even entertainment. ഇപ്പോൾ ഇവിടെ ദ ക്യൂ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ ഹവ് സീൻ ഇറ്റ്. മലയാളത്തിൽ ദ ക്യൂ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ആ വെബ്സൈറ്റ് പോയി നോക്കണം. അതായത് മലയാളം സിനിമ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലെ സിനിമയെക്കുറിച്ച് വളരെ വെരി ഇൻ ഡെപ്ത് ആൻഡ് ക്രിയേറ്റീവ് റൈറ്റിംഗ്, അതായത് ഒരു സിനിമയെക്കുറിച്ച് അതിനെ പുകഴ്ത്താൻ വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ അതിലെ വൈറലായിട്ടുള്ള സീൻസ് മാത്രമല്ല, വാട്ട് ഇസ് ദ എസെൻസ് ഓഫ് മൂവി മേക്കിംഗ്, അതിനെ എങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യണം, ഇതെല്ലാം ഉണ്ട്. സോ ദ പോയിന്റ് ഇസ് നോട്ട് വി ഓൾ വോണ്ട് വൈറൽ സ്റ്റോറീസ്. നമ്മൾ എത്രത്തോളം അതിനുവേണ്ടി അധപതിക്കും എന്ന് മാത്രമേ ഇവിടെ ചോദ്യമുള്ളൂ. ഇപ്പോൾ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കേരളത്തിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന വെബ്സൈറ്റാണ്. അതിന് മറുനാടൻ മലയാളിയെ കുറ്റം പറയണോ, മലയാളികളെ കുറ്റം പറയണോ? അല്ല, യു ഹാവ് എൻ ഓപ്ഷൻ ഓഫ് റീഡിംഗ് ദ ക്യൂ, ദ അഴിമുഖം, ഡൂൾ ന്യൂസ് ഓർ മലയാളം ഓർ മറുനാടൻ മലയാളി. വാട്ട് ഡു യു ഗോ ആൻഡ് റീഡ്? കേൾക്കുന്നില്ല. പവർ ഇല്ല എന്നാണോ? മീഡിയക്ക് ഒരു ഇൻഫ്ലുവൻസിങ് പവർ വേണ്ടേ? അല്ല, മീഡിയക്ക് തീർച്ചയായും ഇൻഫ്ലുവൻസിങ് പവർ. ഒരു പരിധി വരെ, ഒരു എക്സ്റ്റെൻഡ് വരെ മീഡിയ ആണ് ആൾക്കാരുടെ തോട്ട്സ് കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ? തീർച്ചയായിട്ടും. അത് പറയും, ചോദ്യം പറയും. അതെ. അപ്പം അതൊരു മീഡിയക്ക് കുറച്ചുകൂടി മീഡിയ കുറച്ചുകൂടി സിൻസിയറും ഈ പറയുന്ന പോലെ അമ്യൂസ്മെൻറ്റ് സ്റ്റോറീസിന് പോവാതെ കുറച്ചുകൂടി സിൻസിയറായി മീഡിയ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ജനങ്ങളെ ചിന്താഗതിയിൽ മാറ്റം വരില്ലേ എന്നാണ്. ജനങ്ങളെ ചിന്താഗതിയിൽ മാറ്റം വരിക എന്നുള്ളത് മീഡിയൻ്റെ ഒരു ധർമ്മം കൂടി അല്ലേ എന്നാണ്. അതാണ് മീഡിയയുടെ ധർമ്മം. ആ ധർമ്മം കൂടി അല്ലേ? ജനങ്ങളെ മാത്രം കുറ്റം പറഞ്ഞ് അവർ അതാണ് ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു ഇതിപ്പോൾ നമ്മൾ സിനിമാക്കാർ പലപ്പോഴും പറയും ഈ സിനിമയാണ്, ഈ കോമഡി സിനിമകളാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നു. അതുപോലത്തെ ഒരു എക്സ്പ്ലനേഷൻ ആവുന്നില്ലേ അത്? അല്ലല്ല, അത് ഞാൻ ബിക്കോസ് ഹി ആസ് എ ജേർണലിസ്റ്റ് ആസ്ക് മീ വെദർ ഇറ്റ്സ് എ പ്രോബ്ലം ദാറ്റ് യു ഗിവ് സച്ച് വൈറൽ ന്യൂസ്. ഐ വാസ് ടെല്ലിങ് ഹിം the problem is not in giving this kind of news. The problem is when you give only this kind of news and ignore the real news. I'm saying as I'm also an entrepreneur. ഞാനൊരു കമ്പനി നടത്തേണ്ട ആൾ കൂടിയാണ്. So I cannot say that media should report only the big news because എനിക്കറിയാം അത് ജനങ്ങൾ വായിക്കുന്നില്ല. So to sustain a business, people have to do other things. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിളെ പറയാണ്. ഞങ്ങൾ മെയിനായിട്ട് ഇംഗ്ലീഷ് മീഡിയ നടത്തുന്നവർ, വി ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ ഈ പറയുന്ന വൈറൽ സ്റ്റോറീസ്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു നടി വെയിറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ ഈ ഫിലിമിലേക്ക് വരുമ്പോൾ വെയിറ്റ് കുറഞ്ഞു, ഇങ്ങനത്തെ വാർത്തകളൊന്നും ഞങ്ങൾ കവർ ചെയ്യുന്നില്ല. ബിക്കോസ് ഇതിൻ്റെ വൈറാലിറ്റി ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വി ഹാവ് ഫിഗേർഡ് ഔട്ട് അതർ റവന്യൂ സ്ട്രീംസ്. ഞങ്ങൾ ഇവൻറ്റ്സ് നടത്തുന്നു. ഫോർ എക്സാമ്പിൾ ദ ന്യൂസ് മിനിറ്റ്, ദറ്റ് ഓർഗനൈസേഷൻ ഐ റൺ, വി ഹാഡ് എ പ്രോഗ്രാം വിത്ത് തെലങ്കാന പോലീസ് ഓൺ ഹൗ ടു ഡീൽ വിത്ത് ട്രാഫിക്കിംഗ്. അപ്പോൾ അതിന് വി റിസീവ് മണി ടു ഗിവ് ദറ്റ് training to the Telangana police. We conduct events. We have lot of other revenue streams. Regional മീഡിയയ്ക്ക് മലയാളം, തെലുഗു, തമിഴ്, ഇവർക്ക് ഗൂഗിൾ ആഡ്സ് ഇല്ല. ഇവർക്ക് പലപ്പോഴും ഇവൻറ്റ്സുകൾ നടത്താൻ പറ്റുന്നില്ല. അങ്ങനെ പല പരിമിതികളും ഉള്ളതുകൊണ്ട് കൂടിയാണ് they have to behave in a certain way. But I am saying most of it is acceptable as long as you keep to the duty of what journalism is all about. Pinne, what you have said, I completely agree. I am not someone who thinks that most media houses behave well, including independent. I know there is a lot of problem. ചിലപ്പോൾ തെറ്റായ വാർത്തകൾ, especially I'm a hardcore feminist. The kind of things that media houses write about women, the language, either rape victim ഇര എന്ന് വിളിക്കുന്ന ലാംഗ്വേജ് ഇല്ലേ, അത് ഇപ്പോഴും മാറ്റാത്ത മലയാള മാധ്യമങ്ങൾ. ഐ ഹാവ് ഹ്യൂജ് പ്രോബ്ലംസ് അഗൈൻസ്റ്റ് ഓൾ ദാറ്റ്. മാധ്യമങ്ങൾ ഈവൻ പൊളിറ്റിക്കലി ഹൗ ദേ കവർ, ഇതിലെല്ലാം എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ദ ഓൺലി പാർട്ട് ഓഫ് മൈ സ്പീച്ച് ഈസ് ദാറ്റ് വി നീഡ് ടു എൻകറേജ് മോർ റീജിയണൽ ഇൻഡിപെൻഡൻറ്റ് മീഡിയ. അല്ലാതെ അവർ ചെയ്യുന്ന എല്ലാം ശരിയാണ് എന്നല്ല. ദാറ്റ് ഈസ് വാട്ട് ഐ എം ട്രൈങ് ടു സേ. ഐ ഹോപ്പ് ഐ എം ക്ലിയർ. ഇവിടെ ഇപ്പം വാളയാർ ഇഷ്യൂ ഉണ്ടായിരുന്നു, 2 കുട്ടികളും മരിച്ചത്. ആ വാളയാർ ഇഷ്യൂവിന് നമ്മളതിൻ്റെ ആ കുട്ടികൾ മരിച്ചത് മാത്രമാണ് കാണുന്നത്. ആ ഏരിയയിൽ ഈ രണ്ടാമത്തെ കുട്ടി മരിച്ചതിന് 4 മാസത്തിന് ശേഷം ഇതേപോലെ അതിൻ്റെ തൊട്ട് കാണുന്ന ദൂരത്തിലൊരു കുട്ടി സൂസൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കണക്കെടുത്തപ്പോൾ 44 പോക്സോ കേസുകളാണ് അവിടെ ഉള്ളത്. അതിൽ 12 എണ്ണമാണ് വിധി പറഞ്ഞത്. ആ 12 വെറുതെ വിട്ടതാണ്. അതിൽ എങ്ങനെ നമുക്ക് അത് മീഡിയയിലേക്കോ അതൊരു പബ്ലിക് അറ്റൻഷനിലോ എത്തിക്കാമെന്ന് ഇപ്പോഴും മനസ്സിലാവണില്ല. ഒരു നോ മീഡിയ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ആ ഒരു ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറി. കാരണം ഒരു ഏരിയയാണ്
ആ വിധത്തിൽ. അപ്പം ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അത് അഡ്രസ്സ് ചെയ്യാതെ പോവുകയും ഈ പറഞ്ഞ ഒരു വിഷയം, അതായത് അന്ന് ആ സമയം വാളയാറിൽ 44 പോക്സോ കേസുകൾ ഉണ്ടായിരുന്നു. ഇത് റിപ്പോർട്ട് ചെയ്തു, ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്തു, ഞങ്ങൾ ഉൾപ്പെടെ. എനിക്ക് 12 എണ്ണാണ് അതിൽ വിധി പറഞ്ഞു. 12 മെക്യൂട്ടൽ. അതായത് ഈ വാളയാർ എന്ന സ്ഥലത്തിൽ ഒരുപാട് ചൈൽഡ് സെക്ഷൽ അസോൾട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഇതെല്ലാം റിപ്പോർട്ട് ചെയ്ത കാര്യമാണല്ലോ അന്ന്. ആണോ? അവർ ശരിക്കും അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തന്നെ ഇപ്പോൾ എനിക്ക് അവിടെയാണ് ദ പ്രശ്നം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഫോർ എക്സാമ്പിൾ, ഐ റിമെമ്പർ സ്പെസിഫിക്കലി എവ്രിബഡി റിപ്പോർട്ടഡ്. മാതൃഭൂമിയിൽ എനിക്കൊന്ന് നിലീന. ഈ ഞാൻ പറഞ്ഞ ആ കുട്ടിയുടെ മരണത്തെക്കുറിച്ച് ഇതൊരു അന്വേഷണം, അതെന്താണ് എന്നുള്ളൊരു ഫോളോ അപ്പ് നമ്മളെക്കാളും ചിലപ്പോൾ മീഡിയക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. സി, മീഡിയ ഡസ് നോട്ട് ഫോളോ അപ്പ് എ ലോട്ട് ഓഫ് കേസസ്. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. First thing, they float from one story to the other, which is including me. I don't have time every day to, for example, today I'm continuously checking my phone because the governor of Tamil Nadu is supposed to announce if he's going to pardon the 7 convicts of Rajiv Gandhi. അല്ലേ? അപ്പോൾ എനിക്ക് ഇന്ന് അതാണ് ഏറ്റവും വലിയ വാർത്ത. ഇന്നലെ ഫാമേഴ്സിനെ കല്ലെറിഞ്ഞത് എനിക്കൊരു വാർത്തയാണെങ്കിലും ഇന്ന് ഇഫ് ദ ഗവർണർ ലെറ്റ്സ് ഗോ ഓഫ് 7 of these people, ഇന്ന് അതാണ് പ്രധാനപ്പെട്ട വാർത്ത. സോ ഐ കീപ് മൂവിങ്. ഇത് മീഡിയയുടെ ഒരു വലിയ പ്രശ്നമാണ്. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. വി ഡോണ്ട് ഫോളോ അപ്പ്. പക്ഷേ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ദിസ് സ്പെസിഫിക് വാളയാർ കേസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റീഡർഷിപ്പ് ഓൾസോ. അത് ഈ വാളയാറിൽ ഇത്രയധികം പോക്സോ കേസുകൾ ഉണ്ട് എന്ന് ഒരുപാട് മീഡിയ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ നമ്മളിൽ എത്ര പേരത് വായിക്കുന്നു, നമ്മളിൽ എത്ര പേരത് ഷെയർ ചെയ്യാൻ തയ്യാറാണ്? അവിടെ ഒരു പ്രശ്നമുണ്ടല്ലേ? സോ ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഇന്ന് നമ്മൾ ഇപ്പോൾ കേരളത്തിലൊക്കെ എനിക്കൊന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്ന ആൾക്കാർ കൂടുതലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ തന്നെ പീപ്പിൾ ഹു ആർ യങ്കർ, ദേ ഡോണ്ട് റീഡ് ദ ന്യൂസ് പേപ്പർ. അവർ വെറുതെ ഫേസ്ബുക്കിൽ പോയി അല്ലെങ്കിൽ ട്വിറ്ററിൽ പോയിട്ട് ദേ ലുക്ക് അറ്റ് വാട്ട് ആർ ദ ലിങ്ക്സ്, അതെന്നാണ് അവർ വായിക്കുന്നത്. അതായത് www.ndtv.com എന്നടിച്ച് അല്ലെങ്കിൽ മലയാള മനോരമ ഓൺലൈനിൽ പോയി വാർത്ത വായിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. എല്ലാ വാർത്തകളും അറിയണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ വളരെ കുറവാണ്. അവർക്ക് ഏത് വാർത്ത ആവശ്യമുണ്ടോ അതവർ ഫേസ്ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ വാട്സാപ്പിൽ നിന്നോ ട്വിറ്ററിൽ നിന്നോ അവർ അറിയുന്നു. അവിടെയാണ് പ്രശ്നം. ഡിസ്ട്രിബ്യൂഷൻ ഈസ് സോ സ്ക്യൂഡ്. നമ്മൾ പഴയ പോലെ പത്രങ്ങൾ വായിക്കുന്നില്ല, മുഴുവൻ കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. നമ്മളുടെ മുന്നിൽ എന്തുണ്ടോ അത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ഈ ഇൻഡിപെൻഡൻറ്റ് മീഡിയയുടെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയാവുന്നത് ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റ് കൂടിയല്ലേ. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ കൂടിയല്ലേ. അപ്പോൾ ഇന്ന് ചെറിയ ഇത്തരം മീഡിയ ഹൗസുകൾ നേരിടുന്നൊരു വലിയ പ്രശ്നമായിട്ട് മാനേജ്മെൻറ്റ് തന്നെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ BJP കാരനായിരിക്കും. അതെ, അല്ലാതെ അങ്ങനെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടി അഫിലിയേഷൻ ഇല്ലാത്ത, പൊതുവെ അൺഫോർച്യുനേറ്റ്ലി ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു എന്താ പറയുക, ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്സാണ് പറയുന്നത്. അപ്പോൾ അവർ എപ്പോഴും പറയുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആളുകളും കമ്മ്യൂണിസ്റ്റ് ആണ്. തിരിച്ച് മറുവശത്തു നിന്നും അതേ ആരോപണം തന്നെയാണ് വരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, അവരൊരു എംപ്ലോയബിൾ അല്ല എന്നുള്ളൊരു പരാതി പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാരണം നമ്മുടെ മീഡിയ സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ നല്ലൊരു ഇപ്പോൾ ഇതുപോലുള്ളൊരു വാളയാർ കേസ് ഒറ്റയ്ക്കെടുത്ത് ചെയ്യാൻ വിത്തിൻ ദെയർ സ്റ്റാർട്ടിങ് കരിയറിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, അത് ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന ആളുകളല്ല എന്നുള്ള ഒരു പരാതിയും സാധാരണഗതിയിൽ ഫീൽഡിൽ കേൾക്കുന്നുണ്ട്. ഇത് തന്നെ പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന എന്താ പറയുക, പേയ്മെൻറ്റ് വളരെ കുറവാണ്, റെമ്യൂണറേഷൻ വളരെ കുറവാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതൊരു ഫാക്ടറല്ലേ, ഇൻഡിപെൻഡൻറ്റ് മീഡിയ ബാധിക്കുന്ന ഫാക്ടറല്ലേ? തീർച്ചയായും. സി, ന്യൂട്രാലിറ്റി ഇൻ മീഡിയ ഇസ് എ ഹ്യൂജ് പ്രോബ്ലം. ഷുഡ് ജേർണലിസ്റ്റ് ബി ന്യൂട്രൽ? Are you a neutral human being? Am I a neutral human being? None of us are neutral. Let us have let us not have this misconception that a journalist is neutral. And I don't think journalists should be neutral. For example, I am a woman. I feel very strongly when it comes to issues of women. For example, there is one example I always like to take. There was a small news story which came in one of the agencies saying that a woman in Tamil Nadu murdered her husband on the first night because he was ugly. Everybody had the story because it tells the reader that women are stupid and this woman in particular is really stupid. But when you call the police station, they will tell you that the woman was married off to this man without her consent. He tries to have sex with her on the first night, which is when she murders him. That is her excuse. But whatever, there is another side of the story. So it is an issue that people are not neutral when they are in the media, especially when it's political. I've seen, I myself have thought around 6 years ago that കേരളത്തിലെ മിക്കവാറും എല്ലാ ജേർണലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളാണ് എന്ന് എനിക്കും ഒരു അഭിപ്രായമുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഒരു അഭിപ്രായമുണ്ട്,
മിക്കവാറും ഇംഗ്ലീഷ് മീഡിയയിലെ ജേർണലിസ്റ്റുകൾ, അതായത് ഇംഗ്ലീഷ് TV മീഡിയയിലെ ജേർണലിസ്റ്റുകൾ എല്ലാവരും BJP-കാരാണ്. അല്ലെങ്കിൽ തെലുഗിൽ BJP-കാരാവാൻ സാധ്യതയുള്ള TDP ആൻഡ് TRS-കാരാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് ഇപ്പോൾ. പക്ഷേ the core is a journalist can believe in whatever they want. They can believe in the communist ideology, they can believe in the Sangha ideology. What are you doing in your job? You have to differentiate in your journalism. If a chief minister like Pinarayi Vijayan, അദ്ദേഹത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യം തന്നെയാണ്, how did he not know that someone in his office who is his principal secretary like Shivashankar was doing all this? It is his failure, right? And for many weeks he did not do it. I mean, at least 1 or 2 weeks he did not throw him out. He tried to defend him. അത് പിണറായി വിജയനോട് ചോദിക്കേണ്ട ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അത് പിണറായി വിജയനോട് ചോദിച്ചാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി ഒരു സംഖ്യയാവുമോ? ദ പ്രോബ്ലം ഇസ് നമ്മൾ എല്ലാവരും എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണുന്നത്. ഇഫ് സംബഡി ക്വസ്റ്റ്യൻസ് a chief minister we like or a politician we like, odane avare label cheyuka as an opposition. So there is a huge problem that journalists are biased. See, neutrality is something which we cannot afford anymore, but the problem is with open biases. We can only deal with it if the public start talking about it more. There should be more public resistance to it. Athre ullu. ഈ ബയസ്ഡ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതൽ സ്ത്രീപക്ഷം അല്ല പുരുഷാധിപത്യം ആ ഒരു പക്ഷമാണ് കൂടുതൽ. കമ്മ്യൂണിസ്റ്റ് ആയാലും ഇപ്പോൾ ഏത് ഐഡിയോളജി ആയാലും നമ്മൾ കാണുന്ന അതാണ്, സ്ത്രീപക്ഷം വളരെ കുറവാണ് എന്നുള്ളതാണ്. ഞാൻ എന്ത് പറഞ്ഞാലും വാളയാർ കേസിലെത്തും. വാളയാർ കേസിൽ തന്നെ പുറത്ത് വരുന്ന കഥകൾ വരുമ്പം അമ്മയെയാണ് എല്ലാവരും അക്യൂസ് ചെയ്യുന്നത്. അമ്മ മോശമായതുകൊണ്ട്, അമ്മ അങ്ങനെ ആയതുകൊണ്ട് അമ്മ കള്ളുടിക്കുന്നുണ്ടെന്നാണ്. അമ്മ കള്ളുടിച്ചാലും അമ്മ മോശമായാലും മക്കളെ കൊല്ല എല്ലാ കുറ്റങ്ങളും അമ്മയിൽ വരുന്നു. അങ്ങനെ ഒരു സ്ത്രീപക്ഷം വളരെ കുറവായി വരുന്നൊരു മീഡിയയിൽ, ഒരു എസ്റ്റാബ്ലിഷ്ഡ് മീഡിയയിൽ എന്നുള്ള നിലയിൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ വല്ലതും അല്ല, കുറെ മീഡിയ പേഴ്സൺ സ്ത്രീകൾ വന്നാൽ തന്നെ ഈ ഒരു സിറ്റുവേഷന് മാറ്റം വരുള്ളൂ. തീർച്ചയായും. അത് മാത്രമല്ല, അപ്പൊ അവരെ എൻകറേജ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാം. ഞാൻ ആക്ച്വലി സ്പീച്ച് എൻഡ് ചെയ്യാൻ വിചാരിച്ചത് ഫെമിനിസത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടാണ്. ഞാൻ അത് മറന്നുപോയി. എനിക്ക് ഏറ്റവും കൂടുതൽ ദ റിയൽ ബിഗ് റീസൺ ഐ സപ്പോർട്ട് ഇൻഡിപെൻഡൻറ്റ് മീഡിയ ഈസ് ബിക്കോസ് ഇൻഡിപെൻഡൻറ്റ് ഇംഗ്ലീഷ് മീഡിയ, ഞാനിപ്പോൾ തൽക്കാലം പറയുന്നത് ഇംഗ്ലീഷ് മീഡിയ മാത്രമാണ്, ചില മലയാളം മീഡിയ ഒക്കെ ഉണ്ടാവാം, ഈസ് ബിക്കോസ് they are the ones who have brought the language of feminism to Indian journalism to a large extent. അതായത് ഒരു സിനിമയായാലും ഒരു ക്രൈം ആയാലും ദ ലാംഗ്വേജ് ഓഫ് ഫെമിനിസം, അതായത് പേട്രിയാർക്കിയെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സംസാരിക്കുന്നത് ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മീഡിയ ആണ്. നമുക്ക് ഈ ദിലീപിൻ്റെ ഈ കേസ് എടുക്കാം. ഞാൻ ഐ ജസ്റ്റ് ടോക്ക് ടു ഫോർ 2 seconds. മലയാള മനോരമ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പത്രം, ഏറ്റവും വലിയ ഡിജിറ്റൽ പോർട്ടൽ, അവർ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ദിലീപ് ആർക്കോ ഒരിക്കൽ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ദിലീപ് ഇയാളെ സഹായിച്ചു, മറ്റേ ആൾക്ക് സിനിമയിൽ ജോലി കൊടുത്തു, ഇതെല്ലാം ദേ കീപ് റിപ്പോർട്ടിങ് ഇറ്റ്. വൈ? ബിക്കോസ് they seem to have an agenda to actually churn sympathy for him. Part of PR work ആയിരിക്കുമല്ലോ. See, that is where we have to question. അതായത് ദിലീപിൻ്റെ if Dilip has legal points which help him in the case to show that he is innocent, anybody is free to cover that. But to create a narrative, especially in one of the biggest cases in this state, അതായത് ഈ സ്റ്റേറ്റിൽ സെക്യൂരിറ്റി ഓഫ് വിമൻ എന്നൊരു ടോപ്പിക് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയ ഒരു കേസാണിത്. അങ്ങനത്തെ ഒരു കേസിൽ പോലും they are clearly taking a stand supporting the alleged perpetrator. അവിടെയാണ് പ്രശ്നം. So the point is that the only way, as you said, is more women in the newsroom. എൻ്റെ ന്യൂസ് ഓർഗനൈസേഷനിൽ 70% വിമൻ ആണ്. എനിക്ക് ആക്ച്വലി 4 വർഷത്തിന് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു മെയിൽ റിപ്പോർട്ടേഴ്സിനും റെസ്യൂമേ കിട്ടാറേയില്ല. ഇൻഫാക്ട് ഞാൻ ഒരിക്കൽ ആലോചിച്ചു, എന്താണ് whenever we advertise for senior reporters, we never get resumes from men. And then it struck me, I am someone who used to think that I have not been a victim of gender bias to a large extent, and then I realized that's gender bias. Senior male reporters don't even want to apply to us because we are a female driven organization with all the top editors are female. So one of my editors, she's from the LGBTQ community. അത് എനിക്ക് ഇത്രയും കാലം അറിയാത്ത, ലൈക്ക് ദ ലാംഗ്വേജ് ഐ യൂസ്, ദ തിങ്സ് ഐ സെഡ്, ഷീ കറക്ട്സ് മീ, ഷീ ടെൽസ് മീ നോട്ട് ടു സേ ദിസ്, നോട്ട് ടു റൈറ്റ്, ബിക്കോസ് ഷീ ഹാസ് എൻ ഇൻവെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ഹെർ കമ്മ്യൂണിറ്റി. അല്ലേ? അതേപോലെ ഹാവിങ് വിമൻ
in the newsroom is not a solution for all problems. ഒരു വുമൺ എഡിറ്റർ ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾ തീരും, അല്ലെങ്കിൽ that media house will become very unbiased and beautiful എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ we have to start from there. We need more representation in our newsrooms, not only of women, of people from different castes, community, Dalits, Muslims, everything. If we do not have that representation, we are still going to be upper caste male media houses. And their only interest is, at least for most of them, is to keep encouraging patriarchy and their own political party. എൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണ്. ഞാൻ ധന്യയുടെ അച്ഛൻ തന്നെയാണ്. എനിക്ക് ധന്യ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളോട്, ഞങ്ങൾ പൊളിറ്റിക്കലി തീരെ അഗ്രി ചെയ്യാത്ത രണ്ട് ആൾക്കാരാണ്, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. അല്ല, ധന്യ പറഞ്ഞു ഇങ്ങനെ, ഞാൻ രാവിലെ 7 മണി മുതൽ രാത്രി വരെ എല്ലാ ചാനൽസും, റിപ്പബ്ലിക്കാണ് ഏറ്റവും കുറവ് കാണുന്നത്, ബാക്കി ചാനൽസും ന്യൂസ് പോർട്ടൽസും എല്ലാം കാണുന്നതാണ്. ധന്യ ജനം ടി വിയെക്കുറിച്ച് മാത്രം പറഞ്ഞു. ഇന്നിപ്പോൾ ഓരോ ചാനൽസിനും അതായത് കമ്മ്യൂണലായിട്ട് പറഞ്ഞുതരാം. ഓരോ ചാനൽസും, നിങ്ങൾ ഏഷ്യാനെറ്റ് നോക്കൂ, ആ സുനിലും മറ്റേ പ്രശാന്ത് രഘുവംശം എന്നും ആൻറ്റി ഗവൺമെൻറ് അല്ലാതെ ഒരു കാര്യവും പറയാറില്ല, എന്ത് കാര്യത്തിനായാലും. പിന്നെ ന്യൂസ് ചാനൽസിനെ കുറിച്ച് പറയാനുള്ള, രാവിലെ മുതൽ ഇടുന്ന ന്യൂസിൻ്റെ വിഷ്വൽസ് തന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു മടുപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ചാനൽസ് മാറ്റുന്നത്. അപ്പോൾ ഒരു രാവിലെ ഇട്ട് കഴിഞ്ഞാൽ രാത്രി വരെ ഇടുകയാണ്. നിങ്ങൾ പല ഇതിനെക്കുറിച്ച് പല റിപ്പോർട്ടുകളും, ഉദാഹരണത്തിന് തോമസ് ചാണ്ടിക്കെതിരായിട്ടൊരു വലിയ ആരോപണം ഒരു ഏഷ്യാനെറ്റുകാർ കൊണ്ടുവന്നു. അത് കുറേ കാലം നടന്നു, ഒരു ചുക്കും നടന്നില്ല. അപ്പോൾ ഇത് എഴുതിയാലും ഡെയിലി 5-6 പ്രാവശ്യം ഇട്ടിട്ടും നടന്നില്ല. ചാനൽസുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പല ചാനൽസും ബയസ്ഡ് തന്നെയാണ്, ഇല്ല എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൈരളി അവരുടെ പാർട്ടിയുടേതാണ്, മീഡിയ വൺ ആരെയാണെന്നറിയാം, റിപ്പോർട്ടർ ആരെയാണെന്നറിയാം. പക്ഷെ അതൊന്നുമല്ല എൻ്റെ ചോദ്യം. ഇത് എല്ലാ ചാനൽസുകളും, ഹിന്ദി ചാനൽസ് ഞാൻ കാണാറില്ല, ഇംഗ്ലീഷ് ചാനൽസ് ആയിരിക്കാം. അതുകൊണ്ടാണല്ലോ രാജീവ് സർദാശിയെ പുറത്താക്കിയത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ആ ഒരു സിനിമ ഇയാളെക്കുറിച്ചുള്ള പറയുന്നുണ്ട്, അയാൾ RSS സപ്പോർട്ടറാണ്, അയാളാണ് എന്തായാലും പേര് പറഞ്ഞത്, ഇവിടെ കുഴപ്പമുണ്ടാക്കിയെന്ന്. ഡൽഹിയിൽ 2 ദിവസം മുമ്പ് ഒരു ഇത് വന്നിരുന്നു. അന്ന് ഇയാൾ നമ്മുടെ ബർഗാദത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്ത ഇൻ്റർവ്യൂവിൽ വന്നത്, ഞാൻ ഒരിക്കലും RSSകാരനല്ല എന്ന് പറഞ്ഞ്. അയാൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യം അയാൾക്ക് NIA റിപ്പോർട്ട് കടലാസ് കൊടുത്തപ്പോൾ എല്ലാ പത്രങ്ങളും എഴുതി അതൊക്കെ തെറ്റാണെന്ന്. ഇപ്പം അയാൾ ചെയ്തപ്പോൾ അയാൾ ഇതായി. അങ്ങനെയാണ് പത്രങ്ങൾ നീങ്ങുന്നത്. അത് നീങ്ങണം എന്ന് ധന്യ വിചാരിച്ചാൽ നടക്കുമൊന്നുമില്ല. അതാണ്. അപ്പോൾ ഇത് ബയസ്ഡ് ആയിട്ട് തന്നെയാണ് പല എൻ്റെ അച്ഛനെ നല്ല വിശ്വാസമുണ്ട്, ധന്യ വിചാരിച്ചാൽ നടക്കില്ല. ഞാൻ ഉത്തരം പറയാം. അപ്പോൾ ഞാനിവിടെ ഒരിക്കലും I have never said media is not biased. I am clearly telling you that there are many biases every channel or every paper may have, which is the reason why I am advocating independent media. Now you can ask me back, is an independent media against the BJP now? But you took names of Prashant Raghuvansham and Sunil because they are Delhi reporters of Asianet. അല്ല, ഈ ഏഷ്യനെറ്റിലെ ഡൽഹി റിപ്പോർട്ടേഴ്സിൻ്റെ ജോലി BJP സർക്കാർ സെൻട്രൽ ചെയ്യുന്ന കാര്യങ്ങൾ പ്രശംസിക്കുക എന്നതാണോ? അല്ല. അവരുടെ ജോലി സർക്കാർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ ചോദ്യം ചെയ്യുക എന്നാണ്. അത് അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഗവൺമെൻറ്റിന് PR മെഷീനറി ഉണ്ട്. അവർ ദിവസവും കോടികൾ ചിലവാക്കി അഡ്വർടൈസ്മെൻറ്റ്സ് ഇടുന്നുണ്ട് പത്രങ്ങളിൽ. നമ്മൾ അതും വായിക്കുന്നുണ്ട്. ഗവൺമെൻറ് എന്തെങ്കിലും സ്കീം തുടങ്ങിയാൽ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. അതെല്ലാവരും ഇരുന്ന് പുകഴ്ത്തുക എന്നതല്ല ജേർണലിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട ജോലി. അതൊന്ന്. 2, obviously all channels have their biases. ഇന്ന് വരുന്ന വാർത്തയല്ല നാളെ വരുന്നത്, നാളെ വരുന്ന വാർത്തയല്ല മറ്റന്നാൾ വരുന്നത്. ഇന്ന് ഒരാൾ നല്ലവനാണെങ്കിൽ മറ്റന്നാൾ അയാൾ ചീത്ത മനുഷ്യനാവും. നമ്മുടെ ഇവിടെ ശ്രീറാം IAS ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാവരും വളരെയധികം പുകഴ്ത്തിയ ഒരു IAS ഓഫീസറാണ്. അദ്ദേഹം എങ്ങനെ 2-3 വർഷത്തിൽ നമ്മുടെ എല്ലാവരും അഭിപ്രായം മാറി. പക്ഷെ അതൊരു ജെന്യുവൻ ഇൻസിഡൻറ്റ് കൊണ്ടാണ്. അങ്ങനെ എത്രയോ ആൾക്കാരെക്കുറിച്ച് നമ്മളുടെ അഭിപ്രായങ്ങൾ മാറുന്നു. അപ്പം അതൊക്കെ ശരിയാണ്. മീഡിയ does change what it says, which is the reason why I as a journalist am telling you, don't believe everything you read, don't believe everything you see, whichever media house it is. Have 2 or 3 sources of information and decide who you want to believe in. And sometimes when you're confused, just don't believe in anything. It will be very helpful to your mental health and to your peace.